എനിക്ക് നൈറ്റ് ഡ്രൈവ് പോകാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ രാത്രി ഫുഡെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് വന്നിട്ട് നമുക്കെന്നാ ഒന്ന് പുറത്ത് പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ വേഗം റെഡിയായിട്ട് പുറത്തു പോവാണ്. നട്ടപ്പതിരാണ്, എവിടേക്ക് പോകണം ഒന്നും അറിയില്ല. അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാ ഷോപ്പുകളും ക്ലോസ് ആയിരുന്നു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും പാലക്കാടിൻ്റെ ടൗണിൽ ഒന്ന് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പാലക്കാടിനൊരു റാന്ന ഷേപ്പിൽ അങ്ങനെ ചുറ്റുകയാണ് കേട്ടോ. അങ്ങനെ എവിടേക്കാണെന്നൊന്നുമല്ല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശരി ഓക്കെ ഇനി നിന്നാൽ അത്ര സേഫ് അല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാതെ വരുന്നത് മോശമാണല്ലോ, അതൊരു ചടങ്ങാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കട്ടൻസിൽ പോകാമെന്ന് വിചാരിച്ചു. അറിയാമല്ലോ, പാലക്കാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കട്ടൻസ്. കൊറോണ സമയത്ത് വളർന്നു വന്ന സാമ്രാജ്യമാണ്. അങ്ങനെ നമ്മൾ കട്ടൻസിൽ എപ്പോഴും പോകുന്നില്ലെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ തൊട്ട് തന്നെ കരിക്ക് എന്ന് പറയുന്ന ചെറിയൊരു ജ്യൂസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കരിക്കിൽ കയറിയിട്ട് ചിന്നൂസിന് ഐസ്ക്രീമും ഞങ്ങൾക്ക് ACP ജ്യൂസും, ACP എന്ന് വെച്ചാൽ ആപ്പിൾ, ക്യാരറ്റ്, പൈനാപ്പിൾ ജ്യൂസും മേടിച്ചു. സത്യത്തിൽ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഓൾറെഡി ചപ്പാത്തിയും ചിക്കൻ കറിയും വയറ്റിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചിന്നൂസിന് ഐസ്ക്രീമും വേണ്ട, അവൾ നമുക്ക് തരുന്നുണ്ട്. എനിക്കാണെങ്കിൽ അതിലേറെ എനിക്ക് വേണ്ട, ജ്യൂസ് തന്നെ അയ്യോ കുടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കുടിച്ചാണ്. അങ്ങനെ അവിടുത്തെ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് അവിടുത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. പണ്ടത്തെ മുള കൊണ്ടിട്ടുള്ള ചെറിയൊരു വേലി പോലെ ഒരിത്. അങ്ങനെ അവിടെ നിന്ന് ജ്യൂസെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ചെറിയൊരു പ്രാവുകളുടെ ലവ് ബേർഡ്സ് അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ 2 ലവ് ബേർഡ്സ് സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക്. ചിന്നൂസിന് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ഉറങ്ങാൻ പോവാണ്. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്.